പറയാ, നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. ഒരാളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയൂ. നിസ്കാരവും തലപ്പാവും അതല്ലെങ്കിൽ നെറ്റിത്തടത്തിലെ സുജൂദിന്റെ അടയാളവും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടൊന്നും ആളെ തിരിയില്ല. എത്ര ആളുകളുണ്ട് പറ്റിക്കപ്പെടുന്നവര്? ഞാൻ നിസ്കാരം കണ്ടപ്പോൾ വിചാരിച്ചു നല്ല മനുഷ്യനായിരിക്കും, പിന്നെ പറ്റിച്ചു പോയപ്പോഴേ അറിഞ്ഞത്. എത്ര ആളുകളുണ്ട് എന്നും സുന്നത്ത് നോമ്പാ. പിന്നെ കാര്യങ്ങൾ കമ്പനിയുടെ മാനേജ്മെന്റ് മൂപ്പരങ്ങ് ഏൽപ്പിച്ചു, നിങ്ങൾ മാനേജ് ചെയ്തോളൂ. പിന്നെ അത് അങ്ങ് തകർത്ത് കയ്യിൽ കൊടുത്തപ്പോഴാണ് മനസ്സിലായത്, പടച്ചോനെ ഇതൊക്കെ ഇയാളെ തട്ടിപ്പാക്കി നടത്തി കൊണ്ടുപോകുകയായിരുന്നല്ലോ. ഒരു മനുഷ്യനറിയാൻ 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, ആമിൽഹു ബിദ്ദീനാരി വദ്ദിർഹം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട്. ഉമർ തങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ? സാക്ഷിയുണ്ട് ഉമറേ, സാക്ഷിയുണ്ട്. ആരാ? ആ കാണുന്ന ആള്. അങ്ങോട്ട് അടുത്തേക്ക് വിളിക്കാൻ. നിങ്ങളുടെ വിഷയത്തിന് സാക്ഷി പറയാൻ വന്ന ആളാണല്ലേ? എനിക്ക് ഇയാൾ അറിയോന്ന് ചോദിച്ചു. എനിക്കറിയാം. നിങ്ങൾക്ക് ഇയാൾ അറിയുമല്ലേ? സാക്ഷിയോടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇയാൾ അറിയോ? അറിയും. ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? ഇല്ല. അൽ ജാവറതഹു, ഇയാളുടെ കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ? ഒരു യാത്രയിലോ അല്ലാത്തപ്പോഴോ അയൽപക്കങ്ങളിലോ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. അൽ സാഫർത മഅ, ഇയാളുടെ കൂടെ ദീർഘയാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. എനിക്കാളെ അറിയാം. ഉമർ തങ്ങൾ പറഞ്ഞു, അൻതലാ തഅരിഫുഹു, നിങ്ങൾക്ക് ഇയാൾ അറിയില്ല. ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, നിങ്ങൾ ഇയാളൊരു പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും രാവിലെ ജമാഅത്തിന് വരുന്ന ആളാണ്, സുബ്ഹിക്ക് വരുന്ന ആളാണ്, മഗ്രിബിന് കാണാറുണ്ട്, ദുഹറിന് കാണാറുണ്ട്. പള്ളിയിൽ വെച്ച് കണ്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയോ? 1000 രൂപ കടം കൊടുത്തു നോക്കിയോ? വായ്പ വാങ്ങിച്ചു പോയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടുകൾ ചെയ്തിട്ടുണ്ടോ? സമ്പത്തിന്റെ ഇടപാടിലാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുകയെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് ഈമാനും ഇസ്ലാമൊക്കെ തെളിയേണ്ടത്. നിസ്കരിക്കാനും നോമ്പൊൽക്കാനും ദിക്ർ ചൊല്ലാനൊന്നും വലിയ പണിയില്ല, ചെലവില്ലാത്ത പരിപാടിയാണ്. ഇതെല്ലാരെ കൊണ്ടും കിട്ടും, എല്ലാരെ കൊണ്ടും കഴിയും. എന്റെ ഒരു സുഹൃത്ത്, ദുബൈയിലുള്ള സുഹൃത്ത് ഒരു സംഭവം പറഞ്ഞു പെടുത്ത്. അദ്ദേഹം പേര് പറയരുത്, നാടും പറയരുത്, എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം. പക്ഷെ ഒരു അത്ഭുതം തോന്നുകയാണ്. ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വിശക്കണുണ്ട്, 1 ദിർഹം തരുമോ? അപ്പൊ ഇയാൾ 5 ദിർഹം എടുത്ത് ഇപ്പൊ അടുത്ത് സംഭവിച്ച ഒരു മാസത്തിനകം 5 ദിർഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് കൂടുതലാണ്, എനിക്ക് 1 ദിർഹം, 1 കോയിൻ മതി. 5 വേണ്ട, 1 കോയിൻ മതി. നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് കണ്ടപ്പോ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. നല്ല ഒരു പൈജാമിയും ചുപ്പിക്കിട്ട് താടിയും തലപ്പാവൊക്കെ ഉള്ള ഒരു കണ്ടപ്പോ ഒരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു. പടച്ചോനെ 1 ദിർഹം ചോദിച്ചപ്പോ 5 കൊടുത്തു. എനിക്ക് കൂടുതലൊന്നും അല്ലല്ലോ. 5 തിരിച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്ക് 1 മതി. 1 മതി. അങ്ങനെ 1 വാങ്ങിച്ചു വെച്ചു. റബ്ബേ, വല്ലാത്ത മനുഷ്യൻ. അയാൾ കുറെ ദ്വാരക്കാനും തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ കണ്ണില് വല്ലാത്ത വിഷമുണ്ടല്ലോ. അപ്പൊ വീട് പണിന്റെ വിഷമത്തിലപ്പോ ഉള്ളത്. വലിയ വിഷമുണ്ടല്ലോ മോനെ, മുഖത്ത് നോക്കുമ്പോ എന്തോ പ്രയാസമുണ്ടല്ലോ. ഉണ്ട്, പ്രയാസമുണ്ട്. മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോ? അല്ലാഹു തആല എന്റെ മുമ്പ് പറഞ്ഞയച്ചതാണ്. നീ എന്ത് ചോദിച്ചോ, പരിഹാരം ഉണ്ടാവെന്ന് പറഞ്ഞു. ഇവനും തോന്നി, റബ്ബേ, ഇത് സംഗതി ശരിയാണ്, വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. എന്നോട് പറഞ്ഞു, നിന്റെ കൈ പൊട്ടിപ്പിടിക്ക്, ഓദിക്കോ, ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദും, ഒരു ആയത്തുൽ കുർസി, ഒരു ഫാത്തിഹയും. ചെറുപ്പക്കാരതൊക്കെ ഓതി കയ്യും തുറന്നു നോക്കുന്നു പറഞ്ഞു. നോക്കുമ്പോ അതിനുള്ളിൽ ഒരു മുത്ത്. പറയുന്നത് എന്റെ കയ്യിനുള്ളിൽ അയാൾ വെച്ചതല്ല, എന്റെ കയ്യിന്റെ ഉള്ളിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എടുത്തു വെച്ചോന്ന് പറഞ്ഞു. വീണ്ടും ഒരു തട്ടിപ്പ് വേറെ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയൊരു സാധനം, ഒരു കല്ലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. വണ്ടി എടുത്ത് പോവാണ്. എന്നെ സ്ഥലം വരെ കൊണ്ടുവിട്ട് ദുബൈയിൽ വെച്ച് നടന്ന അവ എന്നെ കൊണ്ടുവിട്ട് തരുമെന്ന് ചോദിച്ചു. കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കൊണ്ടുവന്നു. കല്ല് വെച്ചു. അടച്ചു പിടിച്ചോ? അടച്ചു പിടിച്ചു. പിന്നെ ചൊല്ലിക്കോ, ഒരു ഫാത്തിഹ ഓത്, ഒരു ആയത്തുൽ കുർസി ഓത്, ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ ഓദിക്കോ. എന്നിട്ട് മൂപ്പര് ദുആക്ക് ആയിരുന്നു, എടുത്തു നോക്കെന്ന് പറഞ്ഞു. നോക്കുമ്പോ ഒരു ചെറിയ മിഠായി, അത് കഴിച്ചോ എന്ന് പറഞ്ഞു. അവൻ കഴിച്ചു. റബ്ബേ, അള്ളാന്റെ വലിയൊരു ഔലിയപ്പാപ്പാണല്ലോ വന്നു പൊട്ടിക്കണത്.
സുബ്ഹാനല്ലാഹ്. ചോദിച്ചോ ഞാൻ തരാന്നാ പറയണത്. ഒരു ദിർഹമില്ലാണ്ട് മുമ്പ് വന്നതെന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നുപോയി. അപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, മോനെ നിന്റെ സമ്പത്തിൽ ബർക്കത്തില്ലല്ലേ, ഇപ്പൊ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. കുറച്ച് 15,000 ദിർഹം അവന്റെ കയ്യിലുള്ളൂ. അത് എന്തോ വലിയ കഷ്ടപ്പാടില്ല പോകുന്നത്. അതെവിടെയാ ചോദിച്ചു. നിന്റെ കാശിന് ബർക്കത്തില്ലാത്തതാ വിഷയം, ഞാൻ അതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞു. എവിടെയാ? ATM പോയിട്ട് എടുക്കണം, അക്കൗണ്ടില്ല. ATM എവിടെയുള്ളത്? അങ്ങോട്ട് വണ്ടി വിട്ടുവെന്ന് പറഞ്ഞു. മൂപ്പര് വണ്ടി ഇരുന്നു, നീ കൊണ്ടുപോവാ. ഒരു ATMന്റെ ലിമിറ്റ് കണ്ടല്ലോ, ഒരു 10,000 ലിമിറ്റ് കഴിഞ്ഞു, ബാക്കി കിട്ടൂല. ഇനി എന്ത് ചെയ്യും? പിന്നെ വേറൊരു കാർഡ് ഉപയോഗിക്കണം, അത് വേറെ ബാങ്കിന്റേതാണ്, ഇവിടെ ATM ഇല്ല. നമുക്ക് അങ്ങോട്ട് പോവാ. അവിടെ പോയി ആ ATM അക്കൗണ്ടിലെ മുഴുവൻ പൈസയും 10-15,000 ദിർഹം എടുത്തിട്ട് പറഞ്ഞു, നീ ഇത് നല്ലോണം ചുരുട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ചു വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു. ചെറുപ്പക്കാരൻ വിചാരിച്ചു, റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമായിരിക്കും, എന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കും അവൻ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറയാം, ഞാൻ ചായ വാങ്ങിച്ചു വെച്ച ടീ കപ്പ് ഉണ്ട്, കടലാസിന്റെ കപ്പ്, വണ്ടിയുടെ നമ്മുടെ ഡോറിന്റെ ഇവിടെ വെക്കുമല്ലോ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, മോൻ പുറത്തു പോയി നിൽക്കും, ഞാൻ ദ്വാരക്കട്ടെ എന്ന് പറഞ്ഞു. പുറത്തു പോയിരുന്നു, ഇയാൾ അകത്തിരിക്കുകയാണ്. ആ ഇടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോള് ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞു, കാര്യമായിട്ട് ദ്വാരുന്നിട്ടുണ്ട്, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട്, ഇനിയിപ്പൊ നോക്കണ്ട, നീ വീട്ടിലെത്തിയിട്ട് നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ സാധു അങ്ങനെ വിചാരിച്ചു, റബ്ബേ പറഞ്ഞ പോലെ ചെയ്യേണ്ട, വല്ല വൃത്തക്കേടും വന്നാലോ. എങ്ങനെ പച്ചക്കല്ല് മിഠായിയാക്കി തിന്നാൻ പറഞ്ഞ മധുരം അറിഞ്ഞു നാവിൽ. നമ്മൾ പറയാ, വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ എന്താ പറയാ, അതിന്റെ ടീ കപ്പാണി കാണുന്നത്. എന്റെ 15,000 ദിർഹം അടിച്ചു മാറ്റിയിട്ട് അയാൾ പോയത്. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഇത് ജനങ്ങൾ അറിയണം. എന്റെ പേര് പറഞ്ഞ് എന്റെ നാട്ടുകാരെന്നെ അറിഞ്ഞു വെക്കും. അതുകൊണ്ട് നാണക്കേടല്ലേ, തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടാവോ? കറാമത്ത് കാട്ടിയിട്ട് തട്ടിപ്പ്. ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത്. അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞു ഓടിപ്പോവരുത്. ഇതിപ്പോ മഹാ തട്ടിപ്പാണ് ഇയാൾ ചെയ്തത്. കറാമത്ത് എന്ന് പറ, കറാമത്തുൽ മുഅ്മിനി ദീനുഹു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത്. കറാമത്തുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് ദീനുഹു, അവന്റെ ദീനാണ്. നമ്മൾ അത്ഭുതങ്ങളാന്ന് വിചാരിക്കും. അത്ഭുതം കാണുമ്പോൾ നമ്മളങ്ങ് വീഴാണ്, പിന്നെ പോയിട്ട് ബൈഅത്ത് ചെയ്യാണ്, പിന്നെ പോയിട്ട് നമ്മളങ്ങ് കിടക്കുകയാണ്. എന്താ ചോദിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്ന ഇസ്തിദ്റാജുകളുണ്ട്. കള്ളുടിയന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. മഹാ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും. പല അത്ഭുതങ്ങളും മനുഷ്യന് കാണിക്കാൻ പറ്റും. അത്ഭുതം കാണുമ്പോൾ അള്ളാന്റെ വലിയാന്ന് വിചാരിക്കുവോ നമ്മള്? വലിയ എവിടെയല്ല, വലിയറിയണമെങ്കിൽ പൈസന്റെ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ? കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ? ഹലാലും ഹറാമും നോക്കുന്നവരാണോ? അള്ളാഹുവിന് സൂക്ഷ്മതയുള്ള ആളുകളാണോ? പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത്? ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല. പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം. ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം, ദീർഘയാത്ര വേണം. മൂന്നാമത്തേത് കൂടെ താമസിക്കണം. അയൽപക്കക്കാർക്ക് അയൽവാസികൾ അറിയാൻ പറ്റൂ, നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല. അയൽപക്കത്തുള്ളവർക്കറിയാം. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോ അറിയാം, അല്ലേ? പറയില്ലേ, പെങ്ങള് വീട്ടിലേക്ക് നിൽക്കാൻ വന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു, അല്ലെങ്കിൽ ഇക്കാക്കാന്റെ ഭാര്യ വന്നു, പിന്നെ പ്രശ്നമായി. വരാതിരിക്കുമ്പോ നല്ല സുഖമായിരുന്നു, അവര് വന്നു, പ്രശ്നമായി. എന്തേ? ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് പ്രശ്നക്കാരാരാന്നറിയാം. ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ? അവര് നല്ലവരാണ്, കൂടെ താമസിച്ചു, കൂടെ യാത്ര ചെയ്തു, മാഷാ അല്ലാഹ് നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ്. കൂടെ യാത്ര ചെയ്യണം, കൂടെ താമസിക്കണം. അത് കഴിഞ്ഞ് ദീനാറിന്റെയും ദിർഹമിന്റെയും ഏർപ്പാടുകൾ, കാശ് കൊണ്ടുള്ള ചില ട്രാൻസാക്ഷൻസ് നടത്തി നോക്കണം. അല്ലാതെയൊന്നും നിങ്ങൾ ദീനളക്കണ്ട എന്ന് പഠിപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. കാശിന്റെ ഏർപ്പാടുമലാണ് ഒരു മനുഷ്യന്റെ ദീന് മനസ്സിലാവാൻ. അള്ളാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.